വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വയറൽ. ഇനി അടുത്തത് നമുക്ക് ഇമെയിൽ ആണ്. ഇമെയിലിനുള്ള കൂടെ കൊടുക്കും. അപ്പോൾ ഇനി ഒരു നെയിമിന്റെ ഡീഫോൾട്ട് നമുക്ക് empty ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ empty ആക്കി മാറ്റി നെയിം എന്നുള്ള മാറ്റിട്ട് ഇമെയിൽ സെറ്റ് ഇമെയിൽ, അതും ബൈ ഡീഫോൾട്ട് empty ആണ്. അതല്ലെങ്കിൽ empty അല്ലെങ്കിൽ നമുക്ക് null എന്ന് പറഞ്ഞു കൊടുക്കുന്ന വാല്യൂ ഒന്നും ഇല്ലാത്തതാണ്. empty കയറിപ്പോണ്ട null empty. ആക്ച്വൽ emptyക്ക് നമുക്ക് ജാവാസ്ക്രിപ്റ്റിൽ റെഫർ ചെയ്യുന്നത് null ആയിട്ടാണ്. അപ്പോൾ നമുക്കിപ്പോ നേരത്തെ ഒരു ഫോം ആയിരുന്നു ഉണ്ടായിരുന്നത്, ഇപ്പോൾ രണ്ട് ഫോം വന്നു അല്ലെ. അപ്പോൾ രണ്ടാമത്തേന് നമുക്ക് ഇമെയിലിലൂടെ നെയിം ഇമെയിൽ കൊടുക്കാം. വാല്യൂ എവിടെ നിന്നാണ് വരുന്നത്? ഇമെയിൽ എന്ന് പറഞ്ഞാൽ ആ ഒരു സ്റ്റേറ്റ് ഉള്ള വേരിയബിൾ ആണ് വാല്യൂ. ഇനി അതേപോലെ തന്നെ ഓൺ ചേഞ്ച് എന്താണ് സംഭവിക്കേണ്ടത്? ഓൺ ചേഞ്ചിന്റെ ഇവിടെ നമുക്ക് ഹാൻഡിൽ ചേഞ്ച് എന്ന് വിളിക്കാൻ പറ്റുമോ? പറ്റില്ല, കാരണം ഇവിടെ സെറ്റ് നെയിം ആണ് ഹാൻഡിൽ ചേഞ്ചിന്റെ ഉള്ളത്. അപ്പൊ ഇതിനെ നമുക്ക് വേറെ ഹാൻഡിൽ ചേഞ്ച് ഉണ്ടാവും. അപ്പൊ ഹാൻഡിൽ ഇമെയിൽ ചേഞ്ച് എന്നാക്കി എന്നിട്ട് പുതിയൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഇനി ഹാൻഡിൽ ഇമെയിൽ ചേഞ്ച് എന്ന് കൊടുത്തു. എന്നിട്ട് സെറ്റ് നെയിമിന് വരെ സെറ്റ് ഇമെയിൽ കൊടുക്കും. അവിടെയും ടാർഗറ്റ് ഡോട്ട് വാല്യൂ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഇമെയിലും എൻ്റർ ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ ഹാൻഡിൽ ചേഞ്ച് എന്നുള്ള ഒരു ജനറിക് ഫംഗ്ഷൻ ആണ്. ഇപ്പൊ നമ്മൾ രണ്ട് ഫംഗ്ഷൻ ആണ് രണ്ട് പാസ് ചെയ്യുന്നത്. ഇപ്പോൾ ഹാൻഡിൽ ചേഞ്ച് എന്നുള്ള ഈ കോഡ് ഇവിടെ കാണുമ്പോൾ കറക്റ്റ് മനസ്സിലാവില്ല ഇത് ഏത് എലമെന്റിന്റെ ഹാൻഡിൽ ചേഞ്ച് ആണ്. അപ്പൊ അതൊന്ന് റീഫാക്ടർ ചെയ്തിട്ട് ഹാൻഡിൽ നെയിം ചേഞ്ച് എന്നാക്കണം. ഇമെയിൽ ചേഞ്ച് എന്ന് കൊടുത്ത പോലെ ഹാൻഡിൽ നെയിം ചേഞ്ച് എന്നാക്കണം. അപ്പോൾ അത് രണ്ട് ഫംഗ്ഷൻ ആക്കി, രണ്ടും വർക്കിംഗ് ആണ്. അങ്ങനെ ഇതേപോലെ നമുക്ക് ഒരുപാട് ഫോം എലമെന്റ്സ് ഉണ്ടാവും. ഇപ്പോൾ ഹയസ്റ്റ് എഡ്യൂക്കേഷൻ ഉണ്ട്, അതിന്റെ ഇപ്പോൾ ചെയ്യുന്നില്ല. നമുക്ക് ആദ്യം ഈ രണ്ട് രീതി കംപ്ലീറ്റ് ചെയ്യാം. എന്നിട്ട് ഇനി നമുക്ക് ഒരു ഫോമിൽ ഒരുപാട് എലമെന്റ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോന്നിനും ഫംഗ്ഷൻസ് ഉണ്ടാക്കി ഹാൻഡിൽ ചേഞ്ച് ഫംഗ്ഷൻ ഉണ്ടാക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അടുത്തൊരു അപ്രോച്ച് പരീക്ഷിക്കും. അതായത് ഹാൻഡിൽ ചേഞ്ച് തന്നെ കൊടുക്കാം, എല്ലാത്തിനും ഒരേ ചേഞ്ച്, എന്നിട്ട് ഇത് ഏത് എലമെന്റ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് സെറ്റ് മെത്തേഡ് വിളിക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു നമുക്ക് ഈ ഡോട്ട് ടാർഗറ്റ് എന്ന് പറയുന്നത് ആ ഒരു എലമെന്റ് ആണ്. അപ്പോൾ ഈ ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു എലമെന്റ് ആയതുകൊണ്ട് തന്നെ ആ ഒരു എലമെന്റിന്റെ നെയിം നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ആദ്യത്തെ എലമെന്റ് നെയിം എന്നാണ്, രണ്ടാമത്തെ എലമെന്റ് നെയിം ഇമെയിൽ എന്നാണ്. അപ്പൊ അത് വെച്ച് നമുക്ക് ആക്സസ് ചെയ്യാം. അപ്പൊ നമ്മളിവിടെ ഒരു ഈഫ് കണ്ടീഷനോ അല്ലെങ്കിൽ സ്വിച്ച് കേസോ ചെയ്യാം. ഈഫ് ഈ ഡോട്ട് ടാർഗറ്റ് ഡോട്ട് നെയിം ട്രിപ്പിൾ ഈക്വൽ ടു നെയിം എന്നാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് സെറ്റ് നെയിം വിളിക്കാം. ഇനി എൽസ് ഈഫ് ടാർഗറ്റ് ഡോട്ട് നെയിം ഈക്വൽ ടു ഇമെയിൽ, അതായത് ഒരു എലമെന്റിന്റെ നെയിം ഇമെയിൽ എന്നാണെങ്കിൽ എന്താണ്? സെറ്റ് ഇമെയിൽ ആണ് നമുക്ക് വിളിക്കേണ്ടത്. സെറ്റ് ഇമെയിൽ എന്ന് വിളിക്കാം. എന്നിട്ട് ഈ ഹാൻഡിൽ ചേഞ്ച് ആ രണ്ട് എലമെന്റിന് പാസ് ചെയ്ത് കൊടുക്കാം. ഹാൻഡിൽ നെയിം ചേഞ്ചിന് പകരം ഹാൻഡിൽ ചേഞ്ച്, ഹാൻഡിൽ ഇമെയിലും ഓൺ ചേഞ്ചിന് പകരം ഹാൻഡിൽ ചേഞ്ച് കൊടുക്കാം. ഇനി സേവ് ചെയ്തിട്ട് ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കാം. വർക്കിംഗ് ആണ് ഇമെയിലും വർക്കിംഗ് ആണ്. അപ്പോൾ ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാം.